പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ കോൺഗ്രസ് ഒന്നുകൂടി ഉണർന്നു. KPCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത സമരസമാഗമം നമുക്കൊന്ന് കാണാം. ഒരു ജീവൻ രക്ഷിക്കാൻ അവിടെ എന്റെ അമ്മ അതിനടിയിലുണ്ട് എന്ന് മകൾ പറയുമ്പോൾ കാലതാമസം ഉണ്ടാക്കി ന്യായീകരണമാണ് അവർ നടത്തിയത്. അതിന്റെ ഫലമായിട്ടാണ് ബിന്ദുവിന്റെ ജീവൻ, വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടത്. സർക്കാർ ആ കാര്യത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അതിന് ക്രിമിനൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കണം എന്നാവശ്യപ്പെടാൻ KPCC ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കേരളത്തിലേക്ക് പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും നടത്തുന്ന ഏകാധിപത്യ ഫാസിസ്റ്റ് അഴിമതി ഭരണമാണ് നമ്മുടെ ശത്രു നമ്പർ 2 എങ്കിൽ ഈ 2 ഭരണാധികാരികൾക്കുമെതിരെയുള്ള അതിശക്തമായ സമരമുഖം ഈ കേരള സംസ്ഥാനത്ത് ജനങ്ങളുടെ പിന്തുണയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തു നിന്നും ആരംഭിക്കുകയാണ്. സമരങ്ങൾക്കാവട്ടെ മറ്റ് പരിപാടികൾക്കാവട്ടെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലെ ജനപങ്കാളിത്തം ഭയങ്കരമാണ്.